ശോഭൻ മുതലാളി അമ്പലത്തിൽ വന്നിട്ട് എത്രയോ വർഷങ്ങളായി. ഇതെങ്ങനെ സാധിച്ചു പണിക്കരേട്ടാ? എന്തായാലും ശോഭന മുതലാളി ഈശ്വരസാദി ആയില്ലേ? നിങ്ങൾക്ക് 5000 രൂപ അമൃതത്തിലേക്ക് അദ്ദേഹം സംഭാവന തന്നു. ശോഭന മുതലാളി ഞങ്ങളെ കടയിലോട്ട് വിളിച്ചപ്പോൾ ശരിക്കും ഞാൻ പേടിച്ചു പോയി. എന്തിനാണാവോ വിളിക്കുന്നതെന്നുള്ളത്. സത്യത്തിൽ ഞാനും പേടിച്ചു പോയി. പണിക്കരേട്ടാ, ഈ ശോഭന മുതലാളിയുടെ മനസ്സ് മാറ്റാൻ എന്ത് കൂടാത്രോ ചെയ്തത്. അദ്ദേഹത്തിന്റെ മനസ്സ് ഇത്ര പെട്ടെന്ന് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ലായിരുന്നു. എന്തായാലും ശോഭന മുതലാളിയുടെ മനസ്സ് മാറിയല്ലോ. ഈ മനസ്സ് മാറ്റാന് പറ്റിയ പരിപാടി എന്ന് പറയുന്നത് കൂടോത്രം. ഞാൻ അതുകൊണ്ട് അതൊന്ന് ചെയ്തു നോക്കിയതാ. അദ്ദേഹത്തിന്റെ മനസ്സ് ഒന്ന് ഇളക്കിയതാ. എന്തായാലും സന്തോഷമായല്ലോ. പിന്നെ ഈ വിവരം മറ്റാരും അറിയരുത് കേട്ടോ. ശരിയാ ശരിയാ, അറിയാം ശരിയാ. സത്യത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സ് ഇത്ര പെട്ടെന്ന് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. ഇത് ശോഭന മുതലാളി എനിക്ക് ദക്ഷിണയായി തന്ന 1001 രൂപ ഞാൻ പിടിച്ചാട്ടെ. ഇത് അദ്ദേഹത്തിന്റെ പേരില് ഇതൊരു ശത്രു സംഹാര പൂജ നടത്തണം. അദ്ദേഹത്തിന്റെ പേര് നക്ഷത്രം എല്ലാം ആ തുണ്ടിൽ എഴുതിയിട്ടുണ്ട്. കാര്യമൊന്നും പറയണ്ട, ആ പ്രസാദവും കൊടുത്താൽ മതി. എന്തായാലും ശോഭന മുതലാളിയുടെ ഭയവും മാറി, ഈശ്വര വിശ്വാസിയായി. എന്തായാലും പണിക്കരേട്ടന്റെ കൂടോത്രം കൊണ്ട് ആ പ്രശ്നം അങ്ങനെ അങ്ങ് അവസാനിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായില്ലേ? ഇനി ഭംഗിയായിട്ട് നമ്മുടെ മുണ്ടക്കൽ മഹാദേവന്റെ ഉത്സവം നമ്മളങ്ങ് നടത്തുക. മഹാദേവന്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടായി. പിന്നെ ഒരു കാര്യം, ശോഭന മുതലാളി ആനപ്പുറത്ത് കയറാൻ മാത്രം നിങ്ങൾ പറയരുത്.